S5 ഫ്ലാറ്റ്. ലോജിക്കലി സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഈ 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കണം. സ്കീം S5 ഫ്ലാറ്റ് ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമാറ്റ തിയറി അത്യാവശ്യം ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും ടഫ് ആയിട്ട് വരുന്ന സെമസ്റ്റർ തന്നെ S5 ആണ്. അതിൽ ഏറ്റവും ടഫ് ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ് ഫ്ലാറ്റ്. സത്യത്തിൽ ഈ സബ്ജക്ട് ടഫ് ആവുന്നത് അതിൽ ലോജിക്കലി സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ബേസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഫോർമൽ ലാംഗ്വേജസ്, ഇംഗ്ലീഷ് മലയാളമൊക്കെ പഠിക്കുന്നത് പോലെ ഒരു സിമ്പിൾ ലാംഗ്വേജ്. ഓക്കെ, അങ്ങനെ കണക്കാക്കാം. സോ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ആൽഫബറ്റ്സ്, അതുപോലെ വേർഡ്സ്, അതിനുശേഷം സെന്റൻസ്, അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നത് കുട്ടിക്കാലത്ത് അല്ലേ. സോ അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആൽഫബറ്റ്സ്, അത് കഴിഞ്ഞിട്ട് സ്ട്രിങ്സ് ഓർ വേർഡ്സ്, അത് കഴിഞ്ഞ് അത് ഏത് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ് ആണ്. അതുപോലെ അവിടെ നമുക്കൊരു ലാംഗ്വേജ് മീനിങ് ഫുൾ ആകണമെങ്കിൽ അവിടെ ഗ്രാമർ വേണം. സോ ഗ്രാമർ എന്താണ്? ഈ ഗ്രാമറിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതാണ് ചോംസ്കി ഹയറാർക്കി. നിങ്ങൾക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ 5th മൊഡ്യൂളിൽ പഠിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ചോംസ്കി ഹയറാർക്കി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ മൊഡ്യൂൾ 5-നകത്തുള്ള എസ്സേ ക്വസ്റ്റ്യൻ ചോംസ്കി ഹയറാർക്കി പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. എക്സാമിന് പഠിക്കുമ്പോൾ ബേസ് ആയിട്ട് ചോംസ്കി ഹയറാർക്കി പഠിക്കുന്നു. ഗ്രാമറിനകത്ത് ഡിഫറെന്റ് ടൈപ്സ്, ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, റെഗുലർ ഗ്രാമർ. ഓക്കെ, ടൈപ്പ് 3 റെഗുലർ ഗ്രാമർ. ഇതിന്റെ മെഷീനാണ് DFA NFA ഒക്കെ. ടൈപ്പ് 3-നകത്ത് വരുന്ന ലാംഗ്വേജ് ആണ് റെഗുലർ ലാംഗ്വേജസ്. അവിടെ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് റെഗുലർ എക്സ്പ്രഷൻ. ഓക്കെ, ആക്ച്വലി ടൈപ്പ് 3 ആണ് നിങ്ങൾക്ക് മൊഡ്യൂൾ 1 and 2 പഠിക്കാൻ വരുന്നത്. ഓക്കെ, നമ്മൾ ഈ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് ഈ ഗ്രാമറിന് റിവേഴ്സ് ഓർഡറിലാണ് പഠിച്ചു പോകുന്നത്. സോ നമ്മൾ ആദ്യം DFA NFA ഒക്കെ പഠിക്കുന്നത്, വിച്ച് മീൻസ് അത് റെഗുലർ ലാംഗ്വേജസ്, റെഗുലർ ഗ്രാമർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചോംസ്കി ഹയറാർക്കി പഠിക്കാതെ ഈ കാര്യങ്ങളൊന്നും പഠിക്കരുത്. ഇത്രയും പഠിച്ച് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ മൊഡ്യൂൾ 1-ലേക്ക് പോവുക. റെഗുലർ ലാംഗ്വേജസിനെ ബേസ് ചെയ്തിട്ട് വരുന്ന റെഗുലർ ലാംഗ്വേജസിനെ ബേസ് ചെയ്ത് വരുന്ന ഒന്നാമത്തെ മെഷീൻ, ദാറ്റ് ഈസ് DFA, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഈ സബ്ജക്റ്റിൽ കുറേ മെഷീൻസ് നമുക്ക് പഠിക്കാനുണ്ട്. DFA ഉണ്ട്, NFA ഉണ്ട്, NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ ഉണ്ട്, PDA പുഷ് ഡൗൺ ഓട്ടോമാറ്റ ഉണ്ട്, ടൂറിംഗ് മെഷീൻ ഉണ്ട്. ഇത്രയും മെഷീൻസ് പഠിക്കാനുണ്ട്. LBA ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ, അങ്ങനെ ഒരു മെഷീൻ കൂടെ പഠിക്കാനുണ്ട്. CSG-ക്കകത്ത് വരുന്നതാണ്. ഓക്കെ, ഇത്രയും മെഷീൻസ് പഠിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഡെഫിനിഷൻസും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് ഡെഫിനിഷൻ മാത്രം ചോദിക്കും. പ്രോബ്ലം ചോദിച്ചാലും ആ പ്രോബ്ലത്തിനകത്ത് ഡെഫിനിഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പകുതി മാർക്കോടെ കുറയ്ക്കും. ഡിഫൈൻ ദ DFA ഫോർ എ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, സപ്പോസ് പാർട്ട് 1-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ DFA ഫോർ എ ലാംഗ്വേജ് L = ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വെറുതെ ആ മെഷീൻ മാത്രം ഡയഗ്രാം മാത്രം വരച്ചാൽ പോരാ. ട്രാൻസിഷൻ ഗ്രാഫിന്റെ പകുതി മാർക്കേ ഉള്ളൂ. പകുതി മാർക്ക് ആ മെഷീൻ ഡെഫിനേഷനാണ്. ഓക്കെ, സോ എല്ലാ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും അതിന്റെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് എഴുതുക. മെഷീൻസ് മാത്രമല്ല, ഗ്രാമർ എഴുതുന്ന കേസിലും റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്ന കേസിലും ഒക്കെ ഈ കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് DFA ആണ്. മൊഡ്യൂൾ 1-നകത്ത് DFA അല്ലെങ്കിൽ NFA ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൊഡ്യൂൾ 1-ൽ നിങ്ങൾക്ക് എസ്സേ പാർട്ടിൽ ചോദിക്കുന്നത് NFA to DFA കൺവേർഷൻ, NFA വിത്ത് എപ്സിലോൺ ടു NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ, അതുപോലെ റെഗുലർ ഗ്രാമറിനെ DFA-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർഷൻ ഉണ്ട്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതെങ്കിലും 2 എണ്ണം. ഓക്കെ, സോ കാരണം ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ മിനിമം പഠിച്ച് വെക്കണം. ദെൻ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് പോകേണ്ടത് മൊഡ്യൂൾ 2-ലേക്കും മൊഡ്യൂൾ 4-ലേക്കുമാണ്. മൊഡ്യൂൾ 2 and 4, മൊഡ്യൂൾ 3, 5 ഇവിടെ നിൽക്കട്ടെ. മൊഡ്യൂൾ 2, 4 ഒരുമിച്ച് പഠിക്കാൻ സാധിക്കും. ഒരുമിച്ച് പഠിക്കാൻ മീൻസ് മൊഡ്യൂൾ 2-നകത്ത് വരുന്നത് റെഗുലർ ലാംഗ്വേജസും അതിന്റെ പമ്പിംഗ് ലെമ്മയും അതിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ ആണെങ്കിൽ, മൊഡ്യൂൾ 4-നകത്ത് വരുന്നത് CFL അതിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ പമ്പിംഗ് ലെമ്മയാണ്. അപ്പൊ നിങ്ങൾ മൊഡ്യൂൾ 2-നകത്ത് ആദ്യം എന്താണ് റെഗുലർ എക്സ്പ്രഷൻ, എന്താണ് റെഗുലർ ലാംഗ്വേജസ്, പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജസ്, പമ്പിംഗ് ലെമ്മ ഫോർ റെഗുലർ ലാംഗ്വേജസ്. ഓക്കെ, റെഗുലർ ലാംഗ്വേജസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഈ ഒരു പമ്പിംഗ് ലെമ്മ അവിടെ വരുന്നുണ്ട്. X, Y, Z അങ്ങനെ 3 സബ്സ്ട്രിങ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു പമ്പിംഗ് ലെമ്മ മൊഡ്യൂൾ 2-ൽ പഠിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലംസ് എഴുതി പഠിക്കുക. ഒരിക്കലും നിങ്ങളൊരു വീഡിയോ നോക്കിയോ അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലംസ്
കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ നേരെ പോകുന്നത് മൊഡ്യൂൾ 4ലേക്ക്. സിമിലർ ടോപ്പിക്സ് നിങ്ങൾക്ക് മൊഡ്യൂൾ 4ൽ വരുന്നുണ്ട്. മൊഡ്യൂൾ 4-നകത്തും CF എന്താണ്, CFG എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് CFG എന്താണ്, പമ്പിംഗ് ലെമ്മ ഇൻ CFL സെക്കൻഡ് പമ്പിംഗ് ലെമ്മയാണ്. അവിടെ 5 സബ്സ്ട്രിങ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ പമ്പിംഗ് ലെമ്മ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പമ്പിംഗ് ലെമ്മ പഠിക്കാൻ ഈസിയാണ്. അതുപോലെ മൊഡ്യൂൾ 2-നകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 4-നകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് CFL പഠിക്കാനും ഈസിയാണ്. സോ ഈ ടോപ്പിക്സ് ഒന്ന് പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ 2 മൊഡ്യൂളിനകത്തും ഏകദേശം ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനുശേഷം മൊഡ്യൂൾ 2-ൽ പെൻഡിങ് വരുന്ന ഒരു ടോപ്പിക് മിനിമൈസേഷൻ ഓഫ് DFA ആണ്. അതുകൂടെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് സേഫ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയി, മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആയി, മൊഡ്യൂൾ 4-ന്റെ 80 to 90% കംപ്ലീറ്റ് ആയി. റിമൈനിങ് വരുന്നത് PDA ആണ്. PDA എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 4-നകത്ത് വരുന്നത്. അത് എസ്സേയിലും ചോദിക്കും, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ അത് ഓരോ ആൾക്കാർക്ക് PDA പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല. മെജോറിറ്റി ആൾക്കാർക്ക് PDA കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ PDA എന്ന ടോപ്പിക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, PDA എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ PDA കൂടെ പഠിച്ചെടുക്കാം. ഇനി മൊഡ്യൂൾ 3-കകത്തും മൊഡ്യൂൾ 5-നകത്തും നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 5-ൽ നമ്മൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ചോംസ്കി ഹയറാർക്കി. ഇത് കൂടാതെ അവിടെ നിങ്ങൾക്ക് തിയറി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. മൊഡ്യൂൾ 5-ൽ സേഫ് സോൺ നിൽക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ടൂറിംഗ് മെഷീൻ ഡെഫിനിഷൻ, വേരിയൻസ് ഓഫ് ടൂറിംഗ് മെഷീൻ, മൾട്ടി ടൈപ്പ് ടൂറിംഗ് മെഷീൻ, മൾട്ടിപ്പിൾ ഹെഡ് ടൂറിംഗ് മെഷീൻ, K-ഡയമെൻഷണൽ ടൂറിംഗ് മെഷീൻ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ, യൂണിവേഴ്സൽ ടൂറിംഗ് മെഷീൻ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിംഗ് മെഷീൻസ് ഉണ്ട്. അതിന്റെ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക. അതുപോലെ ഡിസൈഡബിലിറ്റി, അൺഡിസൈഡബിലിറ്റി, ഹോൾട്ടിംഗ് പ്രോബ്ലം, ചർച്ച് തീസിസ്, ഇതുപോലെ കുറച്ച് തിയറി അവിടെ വരുന്നുണ്ട്. കുറച്ച് പ്രൂഫും വരുന്നുണ്ട്. പ്രൂഫ് മീൻസ് വലിയ പ്രൂഫ് അല്ല, 2 ലൈനിൽ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രൂഫ് വരുന്നുണ്ട്. ഇതൊക്കെ പഠിക്കാൻ ഈസിയാണ്. ഇവിടെ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പറഞ്ഞ ഏരിയാസ് കംപ്ലീറ്റ് പഠിക്കുക. ഓക്കെ, ഇനി ടൂറിംഗ് മെഷീൻസിനകത്ത് ബാക്കി വരുന്നത് കമ്പ്യൂട്ടിംഗ് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസും ആണ്. ഈ 2 ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കി ടോപ്പിക്സ് ഒക്കെ 5th മൊഡ്യൂളിൽ പഠിക്കാൻ ഈസിയാണ്. സോ ആദ്യം 5th മൊഡ്യൂളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കി പഠിക്കുക. അതിനുശേഷം ടൂറിംഗ് മെഷീന്റെ എസ്സേ ക്വസ്റ്റ്യൻ മാറ്റി വെക്കുക. അത് ലാസ്റ്റ് പഠിക്കാം, സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് പഠിക്കുക. അതുപോലെ കമ്പ്യൂട്ടിംഗ് ഫംഗ്ഷനും മാറ്റി വെക്കുക. മൊഡ്യൂൾ 4-നകത്ത് ഇതുപോലെ മാറ്റി വെച്ച ടോപ്പിക് വരുന്ന PDA, അത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ നേരത്തെ പഠിക്കുക, അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് മാറ്റി വെക്കുക. പക്ഷെ ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ എക്സാമിന് റിപ്പീറ്റഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യം ജയിക്കാനുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് വരികയാണ്. ഇനി വരുന്നത് മൊഡ്യൂൾ 3 ആണ്. ഓക്കെ, മൊഡ്യൂൾ 3-കകത്ത് അപ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ 3 നിങ്ങൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സും കൂടെ ചേർത്ത് നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. മൊഡ്യൂൾ 1, 2, 4, 5 നിങ്ങൾക്ക് അത്രയും നിങ്ങൾ 4 മൊഡ്യൂൾസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് പാസ് ആവാൻ സാധിക്കും. സോ നിങ്ങൾ മൊഡ്യൂൾ 3 പഠിക്കുന്നില്ല, CFG നിങ്ങൾക്ക് ടഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. CFGയുടെ ഡെഫിനേഷൻ, അതുപോലെ പാർട്സ് ട്രീ, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ, ഇത്രയും ടോപ്പിക്സ് അറ്റ്ലീസ്റ്റ് നമുക്ക് പഠിച്ചെടുക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങൾ. 10-15 മിനിറ്റ് മതി പഠിക്കാനായിട്ട്. സോ ഇത്രയും ടോപ്പിക്സ് അറ്റ്ലീസ്റ്റ് പഠിക്കുക. ഓക്കെ, ബാക്കി ടോപ്പിക്സ് സിംപ്ലിഫിക്കേഷൻ ഓഫ് CFG ഉണ്ട്, അതുപോലെ CFG to CNF കൺവേർഷൻ ഉണ്ട്, CFG ഡിസൈൻസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, CFG GNF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് റിക്കേഴ്സീവ് ആണെങ്കിൽ അത്യാവശ്യം ടഫ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ടഫ് ആയിട്ട് വരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ ആദ്യം പറഞ്ഞ ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്സ് ട്രീ, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ, ഇതൊക്കെ പഠിച്ചു വെക്കുക. ബാക്കി ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യുക. പക്ഷെ നിങ്ങൾ അങ്ങനെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 4 മൊഡ്യൂൾസും കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് PDA നിങ്ങൾക്ക് പറ്റുന്നില്ല, PDA സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ മൊഡ്യൂൾസിൽ CFG കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഞാനത് പറയാൻ കാരണം ഏതെങ്കിലും 4 മൊഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് ഈ സബ്ജക്ട് പാസ്സാകാൻ സാധിക്കുള്ളൂ. നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഒരു മൊഡ്യൂളിൽ കുറച്ച് പഠിക്കും, കുറച്ച് ടോപ്പിക്സ് മാറ്റി വെക്കും, പഠിക്കില്ല. മാറ്റി വെക്കാൻ മീൻസ് പിന്നീട് പഠിക്കില്ല. അങ്ങനെ ചെയ്യരുത്. ഈ സബ്ജക്ട് അങ്ങനെ ചെയ്താൽ ഫെയിൽ ആകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഏതെങ്കിലും 4 മൊഡ്യൂൾ കൃത്യമായിട്ട് പഠിക്കണം. C-1, ഇങ്ങനെ കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്, വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ എക്സാം എഴുതുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ടൈം ആണ്. ഫ്ലാറ്റ് എന്ന സബ്ജക്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത്, ഫ്ലാറ്റ് എന്ന സബ്ജക്ട് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ പോലും അറിയില്ല, സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അവസാനം നിങ്ങൾക്ക് അറിയാവുന്ന പല ടോപ്പിക്സും എഴുതാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ടൈം നോക്കി തന്നെ എഴുതുക. ഷോർട്ട് ക്വസ്റ്റ്യൻസിനും എസ്സേക്കും ഒക്കെ ഓരോ ക്വസ്റ്റിനും കൃത്യമായിട്ട് ടൈം ഡിവൈഡ് ചെയ്ത് എഴുതുക. 3 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾ 5 മിനിറ്റ് എടുക്കുക. ഓക്കെ, 5 മിനിറ്റ് നിങ്ങൾ മാക്സിമം അതിനനുസരിച്ച് മാത്രം എഴുതി പോവുക. ബാച്ച് നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യന് ടൈം നോക്കി തന്നെ എഴുതി പോവുക.
ഓക്കെ, അതുപോലെ എസ് എ നമുക്കറിയാം 14 മാർക്കിന്റെ എസ് എ ആണ് വരുന്നത്. 14 മാർക്കിന്റെ എസ് എ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 7+7. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു എസ് എ എഴുതാൻ, ടോട്ടലി ഒരു എസ് എ എഴുതാൻ 20 മിനിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി 7+7 രണ്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 7 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ മാക്സിമം 10 മിനിറ്റ്, 10 മിനിറ്റ്സ് കൂടുതൽ എടുക്കരുത്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ കൊണ്ട് എഴുതാൻ 20 മിനിറ്റ്സ്. ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ടൈം നോക്കി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പല ക്വസ്റ്റ്യൻസും ലാസ്റ്റ് എക്സാമിന് എഴുതി തീർക്കാൻ സാധിക്കാതെ പോകും. സോ ടൈം മാനേജ്മെന്റ് ഫ്ലാറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.